യേശുവേ സർവേശ സൂനുവേ വിശ്വപ്രകാശമേ നീ നയിക്കൂ ക്രിസ്തുവേ വേദാന്ത കാതലേ ശൂന്യമെന്നാനസം നീ വിറയ്ക്കൂ യേശുവേ സർവേശ സൂനുവേ വിശ്വപ്രകാശമേ നീ നയിക്കൂ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ 2 ഹോംവർക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒന്ന്, യേശു ഞാൻ ആരാകുന്നു എന്ന് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എഴുതി വയ്ക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. മറ്റൊന്ന്, ഡിസംബർ 8 മുതൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ വായിച്ചു തീർക്കുവാനുള്ള ഒരു തീരുമാനവും അതിൻ്റെ തുടക്കവും നിങ്ങളത് ചെയ്യുന്നു എന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ 2ാമത്തെ മോള് റേച്ചല് അവളുടെ കുറച്ച് കൂട്ടുകാരെല്ലാം വീട്ടിൽ വന്നിരുന്നു. അവർ വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് സമയം ചിലവഴിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ അവരെ വിഷയൊക്കെ ചെയ്ത സമയത്ത് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഈശോയെക്കുറിച്ച് അല്പം അവരോട് പറയണം. അപ്പോൾ അവർ പല ബാക്ക്ഗ്രൗണ്ടിലുള്ള പഞ്ചാബികളായിട്ടുള്ള കുട്ടികളുണ്ട്, മറ്റു കുട്ടികളൊക്കെ ഉണ്ട്. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഏതാനും മിനിറ്റ് ക്രിസ്മസിനെ കുറിച്ചും ഈശോയെക്കുറിച്ചൊക്കെ പറയാനായിട്ട് കർത്താവ് അനുഗ്രഹം നൽകി. അതിനുശേഷം ഈ കുട്ടികൾ അവൾക്ക് മെസ്സേജ് അയച്ചു. ആ ഷെയറിങ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹമായിരുന്നു. അത് അവരെ ശരിക്കും അവരെ ഹൃദയത്തെ ടച്ച് ചെയ്തു, അല്ലെങ്കിൽ അവർ അതിൽ സന്തോഷിക്കുന്നു എന്ന്. പലപ്പോഴും നമ്മൾ ഈശോയെക്കുറിച്ച് പറയുവാനോ പങ്കുവയ്ക്കുവാനോ നമുക്ക് മടി കാണും. പക്ഷേ നമ്മൾ യേശുവിനെക്കുറിച്ച് എവിടെയൊക്കെ പ്രകാരമൊക്കെ പങ്കുവയ്ക്കുന്നു അതെല്ലാം അനേകർക്ക് അനുഗ്രഹമാണ്, അനേകർക്ക് സൗഖ്യമാണ്, ജീവനാണ്. കാരണം നമ്മളെയല്ല ഈശോയെയാണ് പങ്കുവയ്ക്കുന്നത്. കൊരിന്തോസ് ലേഖനത്തിൽ സെന്റ് പോൾ പറയുകയാണ്, 2 കൊരിന്തോസ് 2:14, ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. അപ്പോൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യം പരിമളം പരത്താൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അടുത്ത വചനം പറയുന്നത്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിരുപ്പിറവിയുടെ ദിനങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മൾ ക്രിസ്തുവിൻ്റെ പരിമളമായി തീരാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ വിജയം, നമ്മുടെ ജീവിതം വലിയ വിജയമായി, വലിയ അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. ഒരുപക്ഷെ അത് ഒറ്റയടിക്കല്ല, പക്ഷേ നിരന്തരമായ ഒരു ആഗ്രഹവും പരിശ്രമവും നമുക്ക് വേണം. 2 കൊരിന്തോസ് 5:17 നമുക്കറിയാവുന്ന വചനമാണ്, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി പുതിയത് വന്നു കഴിഞ്ഞു. യേശുവിലാകുമ്പോൾ പുതിയതാണ്, പിന്നെ എല്ലാം പുതിയതാണ്. പഴയ ജീവിത രീതികൾക്ക്, പഴയ സ്വഭാവത്തിന്, പഴയ പാപത്തിന് ഒന്നും പ്രാധാന്യമില്ല. നീ യേശുവിൽ പുതുതായി കഴിഞ്ഞു. വീണ്ടും വചനം ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായം 1-2 തിരുവചനങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്, ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. നമുക്ക് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം, യേശുവിൻ്റെ പരിമളമായി തീരാൻ, യേശുവിൽ വളരുവാൻ, ആ പുതിയതിൽ, കടന്നുപോയ പഴയതിലല്ല ഇന്നിലായിരിക്കാൻ, നാളുകളിൽ കർത്താവ് ചെയ്യുന്ന വലിയ കാര്യങ്ങളിലേക്ക് നോക്കി മുന്നേറുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരുപ്പിറവിയുടെ ദിനങ്ങൾ പ്രാർത്ഥനയുടെ, ആത്മീയ യുദ്ധത്തിൻ്റെ, ആത്മീയ സമർപ്പണത്തിൻ്റെ നല്ല അവസരങ്ങളായി മാറട്ടെ. തളർന്നു പോകരുത്, ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ.